ഗൗതം, ഇന്ന് നമുക്ക് വീണ്ടും എരുമേലിയിലേക്ക് തന്നെ പോകാം. അവിടെ അരുൺ കൊടുങ്ങോട് തയ്യാറാണ്. കാരണം എരുമേലിയിൽ വിവിധ സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ എന്താണ് എന്നാണ് രാവിലെ മുതൽ തന്നെ അരുൺ കൊടുങ്ങൂര് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മാലിന്യ കൂമ്പാരം അല്ലെ, ഈ പേട്ടതുള്ളിയൊക്കെ കഴിഞ്ഞ് ഭക്തര് കുളിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ കാഴ്ച കാണണമെങ്കിൽ അരുൺ അത് പറഞ്ഞു തരും. അരുണേ, കാണിക്കൂ. ശ്യാമ, ഗൗതം, നമ്മളൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലാണ് ഉള്ളത്. എന്തായാലും കണ്ടാൽ അറയ്ക്കും വിധം, അത്ര അറപ്പ് തോന്നുന്ന വിധത്തിലേക്കുള്ള ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യം എവിടെയെന്ന് ആ ദൃശ്യങ്ങൾ കാണിക്കും. ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന എരുമേലി വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് ഏകദേശം മീറ്ററുകൾക്കകലെയാണ് ഈ ഏറ്റവും അറപ്പ് തോന്നിക്കും വിധത്തിലേക്ക്, ദുർഗന്ധം വമിക്കും രീതിയിലേക്ക് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് മറ്റൊരു മണ്ഡല മകരവിളക്ക് കാലത്തെ ഒരു വരവേൽക്കാനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡ് തയ്യാറായിരിക്കുന്നതെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും ദുഷിച്ച ഒരു കാഴ്ച. ആ വാക്ക് ഉപയോഗിക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. കാരണം അത്ര വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിലേക്ക് ഒരു ആരാധനാലയം, ഒരു ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു ഡംപിങ് യാർഡിന് സമാനമായ രീതിയിലേക്ക് മൂക്ക് പൊത്താതെ വരാൻ പറ്റാത്ത ഒരു അത്ര മോശം അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ച കൂടിയാണ് ഈ ഒരു തോടിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പേട്ടതുള്ളൽ എരുമേലിയെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ ആചാരം ഒന്നാണ് പേട്ടതുള്ളിയാണ്. ഈ ഭക്തരൊക്കെ തന്നെ ദേഹം ഒന്നാകെ സിന്ദൂരം വാരി പൂശി ആനന്ദ നൃത്തമാടി എത്തി ഈ വെള്ളത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റൂ. ആ വെള്ളമാണ് ഈ കാണുന്നത്. ഇത്ര മോശമായുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ വേണം ഭക്തർക്ക് കുളിക്കാൻ. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം, ഭക്തജന സംഘടനകളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി മുന്നോട്ട് വെക്കുന്നത്. എത്ര മോശമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കണ്ടാൽ അറയ്ക്കും വിധമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു അമ്പലത്തിന് തൊട്ട് മുന്നിലെ ഈ കാഴ്ച, അതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇത് ലോകം മൊത്തം അറിയപ്പെടുന്ന എരുമേലി ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ ഭക്തന്മാർ കുളി കഴിഞ്ഞ് വേട്ട തൊഴിലിട്ട് കുളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഇത് മുൻ വർഷങ്ങളിലൊക്കെ ഇത് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇറിഗേഷൻ ക്ലീൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടില്ല എന്നുള്ള രീതിയിൽ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയും നട തുറക്കുവാൻ 8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ പോലും നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്തിന് ഇതുവരെ അതിന് ഓർഡർ കിട്ടിയിട്ടില്ല. ആരും ഓർഡർ കൊടുത്തിട്ടില്ല ഇത് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഇറിഗേഷന് ഫണ്ടും ഇല്ല. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഏറ്റവും നാണം കെട്ട ഒരു സ്റ്റേജാണിത്. മറ്റ് തീർത്ഥാടകർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം തന്നെ ഈ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. മനസ്സിലാകാത്ത ഒരു സാധനം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഈ എരുമേലി വഴി പോകുന്ന തീർത്ഥാടകരെ വരവേൽക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ ഒരു വിഷയത്തെ അവർ കണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പറയുന്നത് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് പറയുന്ന ആവശ്യത്തിനനുസരിച്ച് ഫണ്ട് കൊടുത്തിട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഉത്തരവാദിത്വവും നിലവിൽ ഈ കാര്യത്തിലില്ല. കാരണം വെച്ചാൽ 8 ദിവസം മാത്രമേ ഉള്ളൂ നട തുറക്കുവാനായിട്ട്. ഈ 8 ദിവസം കൊണ്ട് ഇവിടുത്തെ പണികൾ ഒന്നും തന്നെ തീരില്ല. അയ്യപ്പഭക്തന്മാർ ഒരു 8 ദിവസം എന്ന് നമ്മൾ നട തുറക്കാൻ പറയുമ്പോൾ ഒരു 6 ദിവസം മുമ്പേ അയ്യപ്പഭക്തന്മാർ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഒരു ഭയങ്കരമായ ഗുരുതരമായ വീഴ്ചയാണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം കാണേണ്ടേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ലോക ജനതയുടെ മുമ്പിൽ എരുമേലിയിൽ വരുന്ന അയ്യഭക്തന്മാർക്കുണ്ടാകുന്ന അനുഭവം നമുക്കറിയാം. നോമ്പ് നോറ്റ് 41 ദിവസത്തെ നോമ്പ് നോറ്റ് കഠിന വ്രതമായി എത്തിയ പേട്ടതുള്ളുക, എരുമേലിയെ സംബന്ധിച്ചോളം ശബരിമല തീർത്ഥാടന കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പേട്ടതുള്ളുക എന്ന് പറയുന്നത്. പേട്ടതുള്ളി പോയി ഇവിടേക്ക് എത്തുന്ന ഭക്തർ ആ കുളിക്കേണ്ട വെള്ളത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത്ര ദുഷിച്ച വെള്ളത്തിൽ വേണം ഈ വ്രതം നോറ്റ് വരുന്ന അയ്യപ്പ ഭക്തർ കുളിക്കാൻ. ഇത് എത്രത്തോളം നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. ഇതിനൊരു നീതീകരണവുമില്ല. ഏറ്റവും വലിയ അനാസ്ഥയുടെ ഉദാഹരണമാണിത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതുപോലും വൃത്തിയായി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളോ, ഏറ്റവും അടിയന്തരമായ കാര്യങ്ങൾ ഇതാണ്, അതുപോലും ഇവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല.
അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് കൈ ഒഴിഞ്ഞ് മാറുക. പക്ഷേ ഇതുമെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഈ 41 ദിവസം വ്രതം എടുത്ത് വരുന്ന അയ്യഭക്തന്മാരാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടത്. അവർ വന്നാൽ ഈ ചെളിവെള്ളത്തിൽ കുളിക്കുക അല്ലാതെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ സ്വകാര്യ കക്കൂസുകൾ ബാത്റൂമുകളിലൊക്കെ തന്നെ പോകേണ്ടി വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആൾക്കാരെ സഹായിക്കാനുള്ളതാണ് സംശയമാണെന്ന് എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ വൃത്തിയാക്കാതെ ഇടുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനൊരു സംശയം നമുക്ക് ചോദിക്കൂ. ആ 7 കോടിയുടെ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരാളെ വിളിച്ചത് നന്നാക്കി കൂടെ? എന്തിനായിരുന്നു ആ 7 കോടി കൊണ്ടുപോയി തുലച്ചത്? തീർച്ചയായും തൊട്ടപ്പുറത്ത് കേവലം മാസങ്ങൾക്ക് മുമ്പാണ് 7 കോടി രൂപ ചിലവിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി. AC-യുടെ തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങുന്നുവെന്നാണ് അവരന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു 4/1 വേണ്ട, കേവലം ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഈ എരുമേലിക്ക് ഉണ്ടാകില്ലായിരുന്നല്ലോ. 10 ലക്ഷം വേണ്ട, 4 ലക്ഷം രൂപ മതി. 10 ലക്ഷം എന്തിനാ 4 ലക്ഷം രൂപ മതി. അതുപോലെ തന്നെ ഇവിടുത്തെ മരാമത്ത് അനാവശ്യമായി കളയുന്ന കാശിൻ്റെ, അതായത് പിന്നെ മെയിൻ്റനൻസ് വർക്ക് എന്ന് പറയുന്ന കാശിൻ്റെ 4/1 വേണ്ട ഇത് സ്ഥിരമായ ഒരു സംവിധാനത്തിൽ ചെയ്യാനായിട്ട്. പക്ഷെ അതിനൊന്നും ആൾക്കാർക്ക് അതിന് താല്പര്യമില്ല. അവർ ഓരോ വർഷവും ഇതിനെ പറഞ്ഞിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി. ഇത് പണ്ട് ദേവസ്വം ബോർഡ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇറിഗേഷൻ ഏറ്റെടുത്തു, ഇറിഗേഷനിൽ നിന്ന് പഞ്ചായത്ത് ഏറ്റെടുത്തു. ഇത് ഓരോ കോൺഫറൻസുകളിലും ഓരോരുത്തർ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുന്നു, പക്ഷേ ചെയ്യുന്നില്ല. പിന്നെ അത് വീണ്ടും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് വരികയാണ്. ഇനി ഇത് എമർജൻസി വർക്കാണ്, അതാണ് ഒന്നുമില്ല, എമർജൻസി വർക്കാണ്. അപ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റുള്ള അവർക്കത് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത് ടെൻഡറായിരുന്നു, അങ്ങനെയൊക്കെ പോയിരുന്നു. പക്ഷേ ഇത് എമർജൻസി വർക്കാകുമ്പോൾ അങ്ങനെ ഒത്തിരി വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം അതാണ്. തീർച്ചയായും ഏറ്റവും വിഷമത്തോടെ മാത്രമാണ് നമുക്ക് ഈ ഒരു വാർത്ത ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കാരണം അത്തരം ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് ഈ എരുമേലി ക്ഷേത്രത്തിന് മുന്നിലേക്ക്, ഏറ്റവും തൊട്ടു മുന്നിലേക്ക്, മീറ്ററുകൾക്കകലേക്ക് ഈ മാലിന്യം ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. വിവിധ വകുപ്പുകൾ പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുമ്പോൾ ഈ എരുമേലി വലിയമ്പലത്തിന് സമീപമുള്ള സാഹചര്യമാണ് ശ്യാമെ പറഞ്ഞത്. ഇനിയും അരുണിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൊച്ചമ്പലത്തിലേക്ക് അരുണിന് പോകാം. കാരണം ഈ പേട്ട തുടങ്ങുന്നത് കൊച്ചമ്പലത്തിൽ നിന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മഹിഷി നിഗ്രഹം നടത്തിയ ശേഷം ഭഗവാൻ അവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിനോടൊക്കെ ഇത്ര അവഗണന. ഈ ധർമ്മം, സനാതനം, ഇതിനോടൊക്കെ വലിയ പ്രശ്നമാണല്ലോ ചില ആളുകൾക്ക്. അതുകൊണ്ടായിരിക്കും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇരിക്കുന്നത്. എന്തായാലും അരുണിനെയും അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഈ ശബരിമല എങ്ങനെയാണ് ഈ ചില ആളുകൾ നോക്കിക്കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, കാനനപാത ഒന്ന് നേരത്തെ തുറക്കണം ആവശ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തുകയാണ് ഒരു ഭക്തൻ. ഈ മാത്യു കുഴൽനാടനാണ് ആ ഭക്തന് വേണ്ടിയിട്ട് ഹാജരായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ 17 അവിടെ വരുന്നത്, 15 തന്നെ ഈ കാനനപാത അങ്ങ് തുറക്കട്ടെ എന്ന്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇതെന്തുന്നാ ഇത്, ഇങ്ങനെയാണോ, നിങ്ങൾ എന്തിനാ പിന്നെ വരുന്നത് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്തർക്ക് വേണ്ടി ഭക്തരുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി സത്യം പറഞ്ഞാൽ എടുത്ത് ഉടുക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനെ, അങ്ങനെ വേണം പറയാം.